വസ്വാസ് അനുഭവിക്കുന്ന ആളുകളെ പലപ്പോഴും നമ്മൾ കാണുമ്പോൾ പരിഹസിക്കുകയും അല്ലെങ്കിൽ അവരൊക്കെ നിസ്സാരപ്പെടുത്തുകയൊക്കെ ചെയ്യാറുണ്ട് അല്ലെ. നമ്മൾ പല സമയങ്ങളിലും തമാശക്കായിരിക്കാം നമ്മളിങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. സ്വാഭാവികമാണ്. കാരണം ക്ലാസ് മുറികളിലാണെങ്കിൽ ക്ലാസ്മേറ്റുകളുടെ ഇടയ്ക്കിൽ ഒരു ഫണ്ണി ആയിട്ടായിരിക്കും അവരോട് എന്താണ് ഈ വസ്വാസുള്ള ആളുകളെ കളിയാക്കുന്നത്. പക്ഷെ ഈ വസ്വാസം അനുഭവിക്കുന്ന ആ ഒരു ആളുടെ മനസ്സിൽ എത്രത്തോളം അത് ഫീലിംഗ് ഉണ്ട് എന്നുള്ളത് പൊതുസമൂഹം തിരിച്ചറിയുന്നില്ല. അതെ, അതായത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. വസ്വാസ് അനുഭവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും അവരനുഭവിക്കുന്ന ഒരു മനോവേദന ഉണ്ട്. കാരണം അവരുടെ വസ്വാസ് കൊണ്ട് തന്നെ താങ്ങാൻ പറ്റാത്ത അത്ര വേദന അവർക്കുണ്ട്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഉള്ളിൽ നീറുന്ന പ്രശ്നം അവർക്കുണ്ട്. അപ്പോ അങ്ങനത്തെ ആളുകൾ, ഇപ്പൊ ഉദാഹരണം പറയാ, നിസ്കാരത്തിൽ ബുദ്ധിമുട്ടുള്ള ഒരാളാണ് സങ്കല്പിക്കുക. നിസ്കാരത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ആളാണെങ്കിൽ അയാൾ പള്ളിയിൽ പോയി നിസ്കരിക്കുകയാണ്. ആ പള്ളിയിൽ പോയി നിസ്കരിക്കുമ്പോൾ അയാൾ ചിന്തിക്കുന്നത് അയാളെ ചുറ്റുവട്ടത്തുള്ള ആളുകളൊക്കെ അയാളെ വീക്ഷിക്കുന്നുണ്ടോ, ഇത് അയാളുടെ ഒരു വസ്വാസാണ്. അയാൾ ഖുർആൻ ഓതുമ്പോൾ അല്ലെങ്കിൽ ഫാത്തി ഓതുമ്പോൾ അല്ലെങ്കിൽ നിസ്കരിക്കുന്ന സമയത്ത് സൗണ്ട് കൂടുന്നത് കൊണ്ട് മറ്റുള്ളവർ അത് കേൾക്കുമോ, അവരെന്തെങ്കിലും എന്നെ പറയുമോ, പക്ഷെ സൗണ്ട് കുറക്കാൻ അയാൾക്ക് പറ്റുന്നുമില്ല. എന്ന പോലെ തന്നെ നിസ്കാരത്തിൽ ചിലപ്പോൾ റക്കായത്തുകളിൽ ന്യൂനതകൾ വന്നാൽ പിന്നെയും മാറ്റി മാറ്റി നിസ്കരിക്കുകയോ മറ്റൊക്കെ ചെയ്താൽ ആളുകൾ കാണൂലേ. അപ്പോ ഒരുപാട് ആളുകളുടെ മുമ്പിൽ അവർ തന്നെ വല്ലാതെ പ്രശ്നം അനുഭവിച്ച് വേദന അനുഭവിച്ച് സങ്കടപ്പെട്ടിട്ടാണ് അവരെന്നെ മാനസികമായി തളർത്തേണ്ട നിസ്കരിക്കാൻ പോണത്. എനിക്ക് തോന്നുന്നു വസ്വാസം അനുഭവിക്കുന്നവർ തന്നെ എത്രത്തോളം അവരുടെ ആ വസ്വാസം എന്നുള്ള പ്രശ്നത്തെ സീക്രട്ട് ആയിട്ട് വെക്കാൻ പറ്റുമോ, അതെ, അത്രത്തോളം അവര് മറച്ചു വെക്കാണ്. അത് ഈ മറ്റുള്ള രോഗം പോലെയല്ല അത്. അതെ, അതായത് ഈ ഒരാൾക്ക് ഇപ്പൊ ക്യാൻസർ ആണെങ്കിൽ അയാൾ അത് മറച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരാൾക്ക് ഇപ്പൊ എന്താന്ന് വെച്ചാൽ ശാരീരികമായിട്ട് വൈകല്യങ്ങളോ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് മറച്ചു വെക്കാനൊന്നും അവർ ശ്രമിക്കൂല. പക്ഷെ വസ്വാസ് എന്ന് പറഞ്ഞ രോഗം പല ആളുകളും അത് സീക്രട്ടാക്കി വെക്കാനാണ് പരിശ്രമിക്കുക. കറക്റ്റാണത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ അസുഖം പല ആളുകളും അത് എന്താ പറയാന്ന് വെച്ചാൽ സാധാരണ രൂപത്തിലല്ല അത് കാണുക. ഇങ്ങനെ വീണ്ടും വീണ്ടും വുളൂ ചെയ്യുന്നു, വീണ്ടും വീണ്ടും കുളിക്കുന്നു, അല്ലെങ്കിൽ ചെയ്ത തന്നെ പിന്നെയും ചെയ്യുന്നു. ഇത്തരം ആളുകളെ പുറത്തുനിന്ന് ഒരാൾ വീക്ഷിക്കുന്ന സമയത്ത് ഇതെന്താ ഭ്രാന്താണോ, അല്ലെ, ഇതൊരു ഭ്രാന്താണെന്ന് പറയും. അപ്പൊ ചില ആൾക്കാർ പറയും ഇതെന്താ വട്ട് കേസാണ്, ഇതെന്തോ മാനസിക രോഗമാണ്. അപ്പൊ ഇത് പുറത്തുള്ള ഒരാളുകൾ ഇവരെ മാനസിക രോഗിയാക്കുന്നു. ഇത് വട്ടാണെന്ന് പറയുന്നു, അത് ഭ്രാന്താണെന്ന് പറയുന്നു, നിന്നൊക്കെ വല്ല മെന്റൽ ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയി തളച്ചിടണം എന്ന് പറയുന്നു. അഥവാ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വാക്കുകളും പദപ്രയോഗങ്ങളും നടത്തുന്നത് എന്തുമാത്രം പ്രയാസം അവർ അനുഭവിക്കുന്നതെന്നറിയോ. അപ്പോ സ്വന്തം ഭാര്യക്കോ അല്ലെങ്കിൽ ഭർത്താവിനോ കുടുംബത്തിനോ മറ്റുള്ളവർക്ക് ആർക്കോ ആവട്ടെ വസ്വാസിന്റെ പേര് പറഞ്ഞിട്ട് അവരെ വല്ലാണ്ട് വേദനിപ്പിക്കാൻ, അപ്പൊ അതൊരു ഭ്രാന്ത അവസ്ഥയിലേക്ക് എത്തിക്കുന്നു. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് ഇപ്പൊ ചില ആളുകളൊക്കെ എങ്ങനെ പറയുന്ന വെച്ചാൽ ബാത്റൂമിലൊക്കെ കയറുകയാണെങ്കിൽ അവള് ബാത്റൂമിൽ കയറി, ഇനിയിപ്പോ ഈ അടുത്ത കാലത്തൊന്നും ഞാൻ ഇറങ്ങാൻ നോക്കണ്ട കേട്ടോ, ഇനി ആ ബാത്റൂമിൽ ഇപ്പൊ നമ്മൾ പ്രതീക്ഷിക്കണ്ട, വേറെ ഏതെങ്കിലും ബാത്റൂമിൽ പോയിക്കോന്ന് പറയും. നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് 3-4 ആളുകളുണ്ട്, ഒരാൾക്ക് വസ്വാസുണ്ട്. അപ്പൊ ഒരാൾ നിസ്കരിക്കാൻ കയറി, അപ്പൊ മറ്റുള്ളവർ കമന്റ് അടിക്കാണെന്ത്, അവൻ നിസ്കരിക്കാൻ പോയി, ഇനിയിപ്പോ നമ്മൾ എവിടെയൊക്കെ പോയി വരാൻ ഉദ്ദേശിക്കണമെങ്കിൽ അവിടെയൊക്കെ പോയി വന്നാലും ആള് നിസ്കാരത്തിൽ തന്നെ ആയിരിക്കും. പക്ഷെ ഇതുകൊണ്ട് ഇതൊരു തമാശയായിരിക്കാം, ഒരു ഫണ്ണി ആയിരിക്കാം. പക്ഷെ അവരുടെ ഉള്ളിൽ എത്രമാത്രം വലിയ മുറിവുകളാണ് തീർക്കുന്നതെന്ന് ഈ കളിയാക്കുന്ന ആളുകൾ അറിയുന്നില്ല. അത് മറ്റുള്ളവരെ കളിയാക്കുന്നതിനേക്കാളും കൂടുതൽ പ്രയാസം ഇവിടെ ഉണ്ടാവും. എന്തേ കാരണം, ഈ വസ്വാസ് കൊണ്ട് അവരനുഭവിക്കുന്ന വലിയൊരു പ്രയാസമുണ്ട്. അതിൻ്റെയും പുറമെ അത് തന്നെ താങ്ങാൻ പറ്റാത്തതാണ്. അതിൻ്റെയും പുറമെ യഥാർത്ഥത്തിൽ വസ്വാസുള്ള ആളുകൾ അനുഭവിക്കുന്ന ആളുകളെ മറ്റൊരാൾ മുഖേന കളിയാക്കൽ കൂടെ കിട്ടുമ്പോൾ അവര് വല്ലാതെ മാനസികമായിട്ട് പ്രയാസം അനുഭവിക്കുന്നവരാണ്. ഓൾറെഡി അവര് ഡിപ്രഷൻ സ്റ്റേജിലാണ്. അവര് ഡിപ്രസ്ഡ് മൈൻഡിലാണ് ഉള്ളത്, അല്ലെങ്കിൽ ആ സ്റ്റേജിലാണ് ഉള്ളത്. അതിനോടുകൂടെ ഈ ഒരു കളിയാക്കലുകളും കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് മാനസികമായിട്ട് തളരുകയാണല്ലോ, തകർന്നു പോകും. സ്വാഭാവികല്ലേ. ഇപ്പോ അത് ഈ വസ്വാസിന്റെ അതിന്റെ എക്സ്ട്രീം ലെവൽ എന്നൊക്കെ പറയുന്നത് എത്രമാത്രം ഉണ്ടെന്ന് അറിയോ. എൻ്റെ അടുത്തൊരു കേസ് വന്നതുണ്ടായിരുന്നു. ആ കേസ് എന്താന്ന് വെച്ചാൽ വസ്വാസ് അനുഭവിച്ച് വീട്ടുകാരെല്ലാവരും പ്രശ്നമാക്കിയിട്ട് ലാസ്റ്റ് ആ ടീം സൂയിസൈഡ് ടെൻഡൻസി ഉണ്ടായി, അഥവാ ആത്മഹത്യ ടെൻഡൻസി വരുന്നു. ആത്മഹത്യക്ക് വേണ്ടിയിട്ട് ഒരുങ്ങിന്ന വസ്വാസ് കാരണം ജീവിക്കാൻ പറ്റുന്നില്ല. മക്കള് പോലും വഷളാക്കിയാണ്. മക്കള് പലപ്പോഴും പറയത്രേ, മക്കളൊക്കെ പറയും ഈ ഉമ്മക്കൊന്ന് മരിച്ചു കിട്ടിയായിരുന്നു, ഞങ്ങൾക്ക് ഇതിന്റെയൊക്കെ സുഖമായിട്ട് ഞങ്ങൾക്ക് ജീവിക്കായിരുന്നില്ലേ. ഇത് ഒരട്ടല്ല പല തവണയാണ്. പക്ഷെ മക്കൾ പറയാൻ അതിന് മാത്രം പ്രയാസം അവർ അനുഭവിക്കുന്നുണ്ട്.
ഭർത്താവ് നിരന്തരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നു, ഭർത്താവിന്റെ വീട്ടുകാർ പ്രശ്നമാക്കുന്നു. അവസാനം ഈ പെൺകുട്ടി ചെയ്ത പണി എന്താ അറിയോ? രാത്രിക്ക് രാത്രി ഈ പെൺകുട്ടി എഴുതി വെച്ചു, എന്തായാലും ഞാൻ ആത്മഹത്യ ചെയ്യും. അതിനെന്ത് ചെയ്തു? ഒരു കുറിപ്പുണ്ടാക്കി, ആത്മഹത്യാ കുറിപ്പ്. അപ്പൊ അവൾ അതിലിങ്ങനെ പറയുന്നുണ്ട്, ഭർത്താവിനെ, എൻ്റെ പ്രിയപ്പെട്ട ഇക്കയോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എൻ്റെ മക്കളെ നന്നായി നോക്കണം. ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ മക്കളെ നോക്കാൻ പറ്റുന്ന നല്ലൊരു പെൺകുട്ടിയെ നിങ്ങൾ കല്യാണം കഴിക്കണം. എനിക്ക് നിങ്ങളോട് ആരോടും വെറുപ്പില്ല. എൻ്റെ വസ്വാസ കാരണം മാത്രമാണ് ഞാൻ ഈ ഒരു ഗതിയിലേക്ക് എത്തിയത്. അതിന് നിങ്ങളോട് എല്ലാവരോടും മാപ്പ് പറയുന്നു. നിങ്ങൾ എന്നോട് ചിലപ്പോൾ ദേഷ്യപ്പെട്ടതും മറ്റു പ്രശ്നങ്ങളൊക്കെ അത് എൻ്റെ ഭാഗത്തുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണെന്ന് എനിക്കറിയാം. പക്ഷെ എൻ്റെ ഈ പ്രശ്നം എനിക്ക് തീർക്കാൻ പറ്റാത്തതിൻ്റെ പേരിലാണ്. ഞാൻ നിങ്ങളെ മനഃപൂർവ്വം ആരെയും വേദനിപ്പിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായി വേദന ഉള്ള കുറെ വാക്കുകൾ കൊണ്ട് ഇങ്ങനെ എഴുതി പൂർത്തിയാക്കിയതാണ്. അങ്ങനെ എഴുതി പൂർത്തിയാക്കി ആൾ ഈ സാധനം ഇങ്ങനെ മടക്കി വെച്ച് എണീറ്റപ്പോ ബാക്കിൽ ഭർത്താവ് നോക്കിക്കുന്നുണ്ട്. പക്ഷെ ഭർത്താവ് വന്നത് ഈ പെണ്ണ് അറിഞ്ഞിട്ടില്ല. കാരണം എല്ലാ കുട്ടികളും ഭർത്താവ് എല്ലാവരും ഉറങ്ങിയതിനു ശേഷമാണ് ആൾ ഇരുന്ന് എഴുതിയത്. എഴുതി കഴിഞ്ഞപ്പോ എണീറ്റ സമയത്ത് ഭർത്താവ് ബാക്കിലുണ്ട്. അപ്പൊ ഭർത്താവ് എന്ത് ചെയ്തെന്ന് വെച്ചാല്, എന്താണ് എഴുതിയത് തായോന്ന് പറഞ്ഞു. അപ്പൊ ആൾക്ക് ഫുള്ള് വായിക്കാൻ പറ്റിയിട്ടില്ല, കുറച്ചെന്തോ മനസ്സിലായി. പക്ഷെ അവൾ കൊടുത്തില്ല. ഭർത്താവ് പിടിച്ചു വലിച്ചു വാങ്ങി നോക്കുമ്പോ ഇതാണ് കണ്ടത്. വായിച്ചു കഴിഞ്ഞപ്പോ അത്രയും കാലം എപ്പോഴും പ്രശ്നവും ബഹളം ഉണ്ടാക്കിയിരുന്ന ഈ ഭർത്താവ് ഉണ്ടല്ലോ, ഇത് കേട്ട് കഴിഞ്ഞപ്പോ, ഇത് വായിച്ചു കഴിഞ്ഞപ്പോ ആള് മാനസികമായിട്ട് വല്ലാണ്ട് എന്താ പറയാ, മാനസികമായിട്ട് വല്ലാത്തൊരവസ്ഥയ്ക്ക് എത്തി. ഈ പെണ്ണ് കരഞ്ഞു. ആദ്യം കരഞ്ഞിട്ട് പറഞ്ഞു, ഇക്ക പ്ലീസ്, ഞാൻ കുടുങ്ങിയിട്ടാണ്, എന്നെ വിടണം, എനിക്ക് ജീവിക്കണ്ട, എനിക്ക് മരിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോഴാണ് ഇയാളുടെ മൈൻഡിൽ ഇതിന്റെ എക്സ്ട്രീം ലെവൽ എത്രമാത്രം ഉണ്ട്, ഇതിന്റെ പീക്ക് ലെവൽ എവിടെയാണ്, എവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ള അറിയണത്. ഒരു നിമിഷം ആ മനുഷ്യൻ ചിന്തിച്ചു, റബ്ബേ, ഈ പെണ്ണ് മരിച്ചാൽ അതിന്റെ ഒരു കാരണം ഞാനാണല്ലോ, എൻ്റെ മക്കൾ എന്താകും, എൻ്റെ കുടുംബം എന്താകും. ആള് വല്ലാത്തൊരവസ്ഥയിൽ സങ്കടപ്പെട്ടു, ഉരുകി. ആ മനുഷ്യൻ പെണ്ണിന്റെ കാൽക്കൽ വീണു. എന്നിട്ട് ഈ പെണ്ണ് എന്നോട് പറഞ്ഞൊരു, ഇത് പിൽക്കാലത്തിൻ്റെ അടുത്ത് വന്ന കേസാട്ടോ. അപ്പോൾ ഈ പെണ്ണിനോട് ഒരു വാക്ക് പറഞ്ഞു, ഉസ്താദെ, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എൻ്റെ ഭർത്താവിൻ്റെ ഈ സ്വഭാവം അഥവാ ഇത്തരം ഒരു ശൈലി, ഒതുങ്ങിക്കൊടുക്കുന്ന ശൈലി, കരയുന്ന ഒരു ശൈലി ഞാൻ എൻ്റെ ജീവിതത്തിൽ കാണുന്നത്. എന്നിട്ട് ഈ പെണ്ണിനോട് പറഞ്ഞു, സോറി, എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പൊരുത്തപ്പെടുക, നിന്റെ വിഷയത്തിന് പരിഹാരം നമുക്ക് കാണാം, നീ ഇതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യരുത്, നീ ഇവിടുന്ന് ആത്മഹത്യ ചെയ്താൽ നിന്റെ ഈമാൻ എന്താവും എന്നൊക്കെ തുടങ്ങിയിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞു. അതിനിടയിലാണ് ഈ പെണ്ണ്, പിന്നെ അപ്പോഴേക്ക് ഈ പെണ്ണിന്റെ മനസ്സിന് ചെറിയൊരു ആശ്വാസമൊക്കെ തോന്നി. പക്ഷെ ഈ പെണ്ണ് തീരുമാനിച്ചു, എന്നാലും ശരി, എനിക്ക് മരിച്ചേ പറ്റൂ. അങ്ങനെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, പിന്നെയുള്ള ഒരു 10 ദിവസം ഈ പെണ്ണ് പറയാ, 10 ദിവസം അവളുടെ ഉമ്മാനോടും അതുപോലെ അവളുടെ ഉമ്മാനെയും വിളിച്ചു വരുത്തി, ഭർത്താവിന്റെ ഉമ്മാനെയും വിളിച്ചു വരുത്തി ആ വീട്ടിൽ നിർത്തി. കാരണം ഇയാൾക്ക് ജോലിക്ക് പോകണ്ടേ. ജോലിക്ക് പോണ സമയത്ത് ഇയാൾ എന്തെങ്കിലും ഈ പെൺകുട്ടി എന്തെങ്കിലും ചെയ്താലോ. അങ്ങനെ ഫുൾ ടൈം ഇവളെ വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെ കൊണ്ടുവന്ന് നിർത്തി. അപ്പോ അന്നത്തെ ദിവസങ്ങളിൽ ഈ പെണ്ണ് പറയാണ്, എനിക്ക് വാതിൽ കുറ്റിയിടാൻ പോലും എനിക്ക് പറ്റൂല, കാരണം ഉമ്മ ഇവരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അതിനിടയിലാണ് പിന്നെ ഞാൻ ഒരു ദിവസം, 1 വർഷം മുമ്പ് ഇർഫാനി ഉസ്താദിന്റെ വീഡിയോ ഞാൻ എടുത്തു വെച്ചിരുന്നു, യൂട്യൂബിൽ കണ്ട വീഡിയോ. അപ്പൊ 1 വർഷം മുമ്പ് എടുത്തു വെച്ചു. ഭർത്താവിനോട് പറഞ്ഞു, ഇങ്ങനെ സലാഹുദ്ദീൻ ഷാമിൽ ഇർഫാനി എന്ന് പറഞ്ഞൊരു ഉസ്താദിന്റെ മഞ്ചേരിയിലാണ്, ആളുടെ കൗൺസിലിങ്ങിന് പോകണമെന്ന് അന്ന് പറഞ്ഞപ്പോ ആള് സമ്മതിച്ചിട്ടില്ല. അതൊക്കെ നീ മാറ്റിയെടുത്താൽ മതി, ഇത് വേറെ കൗൺസിലിങ്ങിന്റെ ആവശ്യമൊന്നുമില്ല, നീ മാറ്റിയാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ ഈ വീഡിയോ 1 വർഷത്തിന് ശേഷം ആളിത് ഒന്നും കൂടെ എടുത്തു നോക്കി. ആ വീഡിയോ ഭർത്താവിന് കാണിച്ചിട്ട് പറഞ്ഞു, ഈ ആളടുത്തേക്ക് നമുക്ക് പോകാൻ തയ്യാറുണ്ടോ? അപ്പോൾ ഭർത്താവ് പറഞ്ഞു, ഓക്കെ, നമുക്ക് പോവാം, വിഷമിക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്. എൻ്റെ മുന്നിൽ വന്നിരുന്നു. ആദ്യ സമയത്ത് ആ പെൺകുട്ടിക്ക് ഒന്നും സംസാരിക്കാൻ പറ്റിയിട്ടില്ല, കാരണം അവള് ഭയങ്കരമായിട്ട് കരഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഭർത്താവുണ്ട്, ഈ പെൺകുട്ടിയുണ്ട്, അവളുടെ ഉമ്മയുണ്ട്. അങ്ങനെ ഇവരെ ഞാൻ മാറ്റി നിർത്തി, പുറത്തേക്ക് ഇരുത്തി, ഭർത്താവിനെ മാത്രം ഇരുത്തി. അപ്പോഴാണ് ഈ കഥകൾ മുഴുവൻ എന്നോട് പറയുന്നത്. ഭർത്താവ് കരഞ്ഞിട്ടാണ്, ഭയങ്കര സങ്കടപ്പെട്ട് പറഞ്ഞു. അത് കഴിഞ്ഞ ശേഷം അയാളെ പുറത്ത് ഇരുത്തി, ആ പെൺകുട്ടിയെ ഇങ്ങോട്ട് ഇരുത്തി. അപ്പൊ ആ പെൺകുട്ടി ഇരുന്ന സമയത്ത് പെണ്ണിങ്ങനെ കരയുന്നുണ്ട്. ഞാൻ ചോദിച്ചു, എന്താണ് സംസാരിക്കാനുള്ളത്? അപ്പൊ ആ പെണ്ണ് പറഞ്ഞു, ഒന്നുമില്ല ഉസ്താദെ, ഒന്നുമില്ല. ഇത് മാത്രമേ പറഞ്ഞുള്ളൂ, ഫുൾ കരച്ചില. പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലായി, ആളുടെ പ്രശ്നം ഇന്നതാണ് നമുക്കറിയാലോ. അങ്ങനെ ഞാനിങ്ങനെ എന്താ പറയാന്ന് വെച്ചാൽ വെറുതെ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. അതായത് വസ്വാസ് എന്ന് പറയുന്ന ഒരു കാര്യം നമുക്കുണ്ട് എന്ന് കരുതിയിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്നോ ഉണ്ടാവുന്നു പ്രതീക്ഷിക്കൊന്നും വേണ്ട, അത് മാറ്റിയെടുക്കാൻ പറ്റും. എൻ്റെ അടുത്ത് അന്ന് ഏകദേശം ഒരു 1000-1500 ആളുകളൊക്കെ വന്ന ഒരു സമയമാണ്. ഞാൻ അന്ന് പറഞ്ഞു, ഒരു 1500 ആളുകളെ ഞാൻ കൗൺസിലിംഗ് നടത്തിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് എത്രയോ ഡോക്ടർമാരടുത്ത് പോയിട്ടും കൗൺസിലേഴ്സിന്റെ അടുത്ത് പോയിട്ടും അവിടെ നിന്ന് മാറാത്ത എൻ്റെ അടുത്ത് മാറിയിട്ടുണ്ട്.
അത് എൻ്റെ എന്തെങ്കിലും അത്ഭുതങ്ങൾ കൊണ്ടൊന്നുമല്ല, കൗൺസിലിംഗ് കൊടുത്തിട്ട് മാറിയത് തന്നെയാണ്. അത് റബ്ബിന്റെ ഒരു തൗഫീഖ് കൊണ്ട് അൽഹംദുലില്ലാഹ് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു പരിശ്രമം നടത്തി നോക്കാം. എൻ്റെ അടുത്ത് പല ഡോക്ടർമാരും, സൈക്കാട്രിസ്റ്റിന്റെ ഡോക്ടർമാരാണെങ്കിൽ പോലും പലപ്പോഴും പല കേസുകൾ, ഇതുപോലത്തെ കേസുകൾ വരുമ്പോൾ ഈ റിലീജിയസ് OCD വിഷയങ്ങളൊക്കെ വരുമ്പോൾ പലപ്പോഴും റെഫർ ചെയ്യാറുണ്ട്. കാരണം റിലീജിയസ് OCD എന്ന വിഷയങ്ങളാകുമ്പോൾ അവർ മെഡിസിൻ കൊടുക്കുന്ന കൂട്ടത്തിൽ തന്നെ നമ്മളും കൂടെ ഇതിൽ ഇടപെടുകയാണെങ്കിൽ മാറ്റം ഉണ്ടാകുമെന്ന് കരുതിയിട്ടാണ് അങ്ങനെ മാറ്റങ്ങൾ വന്നതുണ്ട്. അപ്പൊ ഈ പെൺകുട്ടിയോട് ഞാൻ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ, നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഇന്നതായിരിക്കാം, ഇന്ന വിഷയത്തിന് എത്ര സിമ്പിളായിട്ട് നമുക്ക് മാറ്റിയെടുക്കാം, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഞാനങ്ങനെ വെറുതെ വർത്താനങ്ങൾ ഇങ്ങനെ പറയാൻ തുടങ്ങി. പക്ഷേ ഞാനിതിങ്ങനെ കുറെ പറഞ്ഞപ്പോ തല താഴ്ത്തിയിരിക്കുന്ന പെൺകുട്ടി പിന്നെ തല പൊക്കുന്നു, എന്റെ മുഖത്തേക്ക് നോക്കുന്നു, ചിലതിന് മൂളി തരുന്നു, ചിലതിന് അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങുന്നു. പിന്നെ ആളും ഞാൻ പറഞ്ഞ പോയിന്റിലേക്ക് വരാൻ തുടങ്ങി. അങ്ങനെ അഥവാ ഞങ്ങൾ തമ്മിലൊരു റാപ്പോ ബിൽഡ് ചെയ്യാൻ അവിടെ എന്ന് പറഞ്ഞാൽ ഈ വിഷയങ്ങൾ പറഞ്ഞ് പിന്നെ മാറ്റിയെടുക്കാൻ പറ്റും എന്നൊരു പോയിന്റിലേക്ക് ഞങ്ങൾ എത്തി. പിന്നീട് ഇവൾ സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ ഓരോ സിറ്റിങ്ങുകൾ കഴിയുമ്പോഴും ഇവൾക്ക് നല്ല മാറ്റങ്ങൾ വന്നു. എന്ന് മാത്രമല്ല, ഓരോ ദിവസങ്ങൾ കഴിയുമ്പോൾ, ഓരോ സിറ്റിങ്ങുകൾ കഴിയുന്ന സമയത്ത് ഈ പെണ്ണ് പറയും, മാഷാ അല്ലാ, എൻ്റെ ജീവിതം എത്രമാത്രം പ്രയാസമായിരുന്നു എന്നറിയോ, ഞാൻ ഈ ആത്മഹത്യക്ക് പരിശ്രമിച്ച ആളായിരുന്നു, ഞാനങ്ങനെ അന്ന് പിന്നെ എന്താണ് എന്തെങ്കിലും അബദ്ധത്തിൽ വല്ലതും സംഭവിച്ചെങ്കിൽ എൻ്റെ മക്കൾക്ക് ഉമ്മല്ല ഉണ്ടാവില്ല, എൻ്റെ ഭർത്താവ് ആൾക്ക് ഭാര്യ ഉണ്ടാവില്ല, ഞങ്ങൾ എത്രമാത്രം പ്രയാസപ്പെടുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മുമ്പ് സംഭവിച്ച ആ സംഭവത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് പിന്നെ കരയാറുണ്ട്. പക്ഷേ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഇന്ന് ആ കുടുംബം മാന്യമായി സന്തോഷകരമായി ജീവിക്കുന്നുണ്ട്. അതിൽ ഈ അടുത്ത ദിവസം എനിക്ക് വിട്ടിരുന്ന ഒരു ടെക്സ്റ്റ് ഉണ്ട്. അതിൽ പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്: അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഉസ്താദിന്റെ കൗൺസിലിങ്ങും കാര്യങ്ങളും കിട്ടി, എന്റെ ഭാഗത്തുനിന്നുള്ള പരിശ്രമവും റബ്ബിന്റെ അപാരമായ സഹായം കൊണ്ടും 99% എന്റെ അസുഖം മാറി. ഇന്ന് നോർമലായിട്ട് ഞാൻ ജീവിക്കുന്നുണ്ട്. പിന്നെ ഉള്ളിന്റെ ഉള്ളിലുള്ള ചെറിയ ചെറിയ പോയിന്റാണ്, അതൊക്കെ ഇനി മാറ്റിയെടുക്കാം. പക്ഷെ എന്നാലും എല്ലാവരെ പോലെ എനിക്ക് മാന്യമായിട്ട് ജീവിക്കാൻ പറ്റിയും. അപ്പൊ ഞാൻ ഈ പറഞ്ഞു വന്ന പോയിന്റ് എവിടെന്നാന്ന് വെച്ചാൽ, ഒരു വസ്വാസുള്ള ആള് അനുഭവിക്കുന്ന എത്രമാത്രം വലിയ അവസ്ഥയാണിത്. അവരുടെ എക്സ്ട്രീം ലെവൽ എന്ന് പറഞ്ഞാൽ ഞാനും മരിക്കട്ടെ എന്നാ ചിന്തിക്കുന്നത്. അവർക്ക് മരിക്കണം, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയ്ക്ക് ചിന്തിക്കണമെങ്കിൽ എത്രമാത്രം പ്രയാസം ഉണ്ടാവും. സ്വാഭാവികമാണ്. അപ്പോ ഈ പ്രശ്നത്തിന്റെ പുറമെ മറ്റുള്ളവരുടെ പരിഹാസവും കൂടെ വന്നാൽ തകർന്നു പോകുന്ന ഈ പറഞ്ഞതിന്റെ അകത്തുക. ഇനി അതില് മറ്റൊരു കാര്യം പറയാനുള്ളത്, കളിയാക്കുന്ന ആളുകൾ, വസ്വാസുള്ള ആളുകളെ കളിയാക്കുന്നവരോ പരിഹസിക്കുന്നവരോ നിസ്സാരപ്പെടുത്തുന്നോ അവഗണിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരോട് വളരെ സ്നേഹത്തോടെ ഒന്ന് രണ്ട് കാര്യം പറയാനുള്ളത്. നിങ്ങൾ വസ്വാസുകാരെ ഒരു പക്ഷെ നിങ്ങൾ കളിയാക്കിയിട്ടുണ്ടാവാം. വസ്വാസ് എന്ന് പറയുന്ന ഒരു രോഗമാണ്. ആ രോഗം കൊടുത്തത് ഖാലിഖായ റബ്ബാണ്. ആ റബ്ബ് ഇന്നും ഹയ്യാണ്, ജീവിച്ചിരിക്കുന്നു എന്നൊരു ബോധം നമുക്ക് വേണം. വസ്വാസുള്ള ഒരാളെ, വ്യക്തിയെ നമ്മൾ കളിയാക്കിയിട്ടുണ്ടെങ്കിൽ, അവരുടെ മനസ്സ് നൊന്തിട്ടുണ്ടെങ്കിൽ, അവരുടെ മനസ്സ് വേദനിച്ചിട്ടുണ്ടെങ്കിൽ, ആ റബ്ബിന് നിങ്ങൾക്കും ഈ അസുഖം തരാൻ കഴിവുള്ളവനാണ് എന്ന ബോധം വേണം. ഈ പ്രശ്നം വന്നു കഴിഞ്ഞാൽ അന്ന് ഓർക്കും, റബ്ബേ ഞാൻ ഇങ്ങനെയൊക്കെ പിന്നെ എന്താണ് മറ്റൊരാളെ കളിയാക്കിയതിന്റെ പേരിലാണോ എനിക്ക് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ പ്രശ്നം എത്രമാത്രം വലിയ വേദന അനുഭവിക്കുന്ന കേസാണ് എന്ന് നമ്മുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരുമ്പോൾ അത് മനസ്സിലാവും. അതുകൊണ്ട് എനിക്ക് സ്നേഹത്തോടെ പറയാനുള്ളത്, ഒരിക്കലും വസ്വാസുള്ള ഒരാളെ നിസ്സാരപ്പെടുത്താനോ കളിയാക്കാനോ നമ്മൾ പോകാൻ പാടില്ല. ഇനി അത് മാത്രമല്ല, ഒരു പക്ഷെ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടില്ല നോക്കിയാൽ, നമ്മൾ മറ്റുള്ളവരൊക്കെ കളിയാക്കി, പക്ഷെ നമ്മൾ ഹാപ്പി ആയിട്ട് ജീവിച്ചു. ഓർക്കുക, ഒരു നാൾ നിങ്ങളുടെ കാലിൽ ചുറ്റിയിട്ടില്ലെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ടല്ലോ, ഒരു പക്ഷേ ഭർത്താവായിരിക്കാം, ഭാര്യയായിരിക്കാം, നിങ്ങളുടെ സ്വന്തം ഉമ്മയായിരിക്കാം, ബാപ്പയായിരിക്കാം, നിങ്ങളുടെ കരളിന്റെ കഷ്ണങ്ങളായ മക്കളായിരിക്കാം, അല്ലെങ്കിൽ പേരമക്കളായിരിക്കാം, അവർക്കെങ്കിലും വന്നിട്ട് ഒരു കാലത്ത് നിങ്ങളും വേദന അനുഭവിക്കും. അതാണ് ഇതിന്റെ അവസ്ഥ. മറ്റൊരാളെ വേദനിപ്പിച്ചിട്ട് ഒരാൾ രക്ഷപ്പെട്ടിട്ടില്ല. അതിന്റെ വേദന അവർ തിന്നിട്ടല്ലാതെ അവർ ഈ ലോകത്ത് നിന്ന് മരണപ്പെട്ടു പോകൂലാണ്. ഇതിന് സമാനമായ അന്വർത്ഥമാക്കുന്ന ചില ഹദീസുകളുണ്ട്. അഥവാ മറ്റൊരാളെ നിസ്സാരപ്പെടുത്തിയാൽ അയാളുടെ കുറവുകൾ, അയാളുടെ ന്യൂനതകൾ, അയാളുടെ പ്രശ്നങ്ങളെ അതിനെ പബ്ലിസിറ്റി കൊടുത്ത് അതിനെ മോശമാക്കി കളഞ്ഞാൽ ആ ഒരു ന്യൂനത, പ്രശ്നം, അത് ആ കളിയാക്കിയ അല്ലെങ്കിൽ നിസ്സാരപ്പെടുത്തിയ വ്യക്തിയുടെ ജീവിതത്തിൽ വന്നു പോവാതെ അയാൾ മരിക്കൂല എന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് ഉണ്ട്. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മൾ പലപ്പോഴൊക്കെ പഴയ കാലത്തൊക്കെ വയലുകളിലൊക്കെ, ഇപ്പൊ ഞാനടക്കം പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അറിവില്ലായ്മ കൊണ്ടായിരുന്നു, വയലുകളിലൊക്കെ ചില തമാശ രൂപത്തിലൊക്കെ പറയാറുണ്ട്. എന്താ നമ്മുടെ നാടൻ ശൈലിയിലൊക്കെ അല്ലെ, ചിലപ്പോൾ നിസ്കാരത്തിന്റെ വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ട് അതിന് നമുക്ക് വസ്വാസമൊന്നും വേണ്ട. ചില ആളുകൾ ഇങ്ങനെ ഇജ്ജാക്കനാബുദു എന്ന് പറയും അല്ലെ, ഇയ്യാക്കനാബുദു പറഞ്ഞ് നന്നാക്കിയിട്ട് അവസാനം ഇജ്ജാക്കനാബുദു, ഇജ്ജാക്ക എന്നൊക്കെ പറഞ്ഞൊരു ശൈലി, അതൊക്കെ നമ്മളൊരു തമാശക്കെങ്കിലും അതൊക്കെ കളിയാക്കാറുണ്ട്.
പക്ഷേ ഇയ്യാക്ക നഅ്ബുദു എന്നുള്ളതിനെ അക്ഷരം ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് ആള് പറയുന്നത്. അത് ഇയ്യാക്ക ഇയ്യാക്ക ഇജ്ജാക്ക, അവസാനം ഇജ്ജാക്ക എന്നാവും. മലപ്പുറം ഭാഷയിലൊക്കെ തമാശക്കൊക്കെ മലപ്പുറം ഭാഷയിൽ പറയുന്നൊരു സ്ലാങ് ഉണ്ട്, ഒരു ശൈലി ഉണ്ട്. നീ ആക്കുക എന്നൊരു പ്രയോഗത്തിന് ഇജ്ജാക്കുക എന്നുള്ളൊരു പ്രയോഗമുണ്ട് അല്ലെ. അപ്പൊ അതിനെ സമാനമായിട്ട് കളിയാക്കിയിട്ട് ഒരാൾ നിസ്കരിക്കുന്ന സമയത്ത് ഇയ്യാക്ക ഇജ്ജാക്ക ഇജ്ജാക്ക നഅ്ബുദു എന്ന് പറയുമ്പോ നീ ഇജ്ജാക്കണ്ട, നീ ഞാനായിക്കോളാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു തമാശ പറയാറുണ്ട്. പക്ഷേ അതൊക്കെ രസമായിരിക്കാം. അതൊരു വസ്വാസുള്ള വ്യക്തിയാണ് കേൾക്കുന്നതെങ്കിൽ എത്രമാത്രം വേദനയായിരിക്കാം. തമാശയായിരിക്കാം. ഇപ്പൊ ഇന്നത്തെ കാലത്തൊക്കെ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ എത്രയും കൂടുതൽ വ്യാപകമായ കാലത്ത് നമ്മൾ ഇതുപോലൊരു വീഡിയോ നമ്മൾ വയലിന്റെ ഇടയിലോ പ്രസംഗത്തിന്റെ ഇടയിലോ ക്ലാസ്സിന്റെ ഇടയിലോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോ പലരും കട്ട് ചെയ്യും. എന്നിട്ട് ഇത് ഹാസ്യ രൂപത്തിലാണെങ്കിൽ, മറ്റൊരാളെ കളിയാക്കുന്ന ഒരു ശൈലിയാണെങ്കിൽ വസ്വാസുള്ള ആളുകളെ തേടി പിടിച്ച് വിട്ടുകൊടുക്കും. ഷെയർ ചെയ്യുന്ന ടെൻഡൻസി, അതെ, ഈ ഷെയർ ചെയ്യുന്ന ടെൻഡൻസി ഈ വിഷയത്തിൽ ഭയങ്കരമാണല്ലോ. അപ്പൊ അവർക്ക് ഇട്ടുകൊടുക്കുമ്പോൾ അവരിത് ശരിക്കും അവരൊന്ന് കളിയാക്കാന്നുള്ള രൂപത്തിലായിരിക്കാം. പക്ഷെ ആ സമയത്തും അവർ വേദന അനുഭവിക്കുന്നുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇന്ന് പലപ്പോഴും ഇതുപോലെ വസ്വാസ് അനുഭവിക്കുന്ന ആളുകളെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അത് അവരിലേക്ക് എത്തി വേദനിപ്പിച്ചാൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, അതിലൂടെ അവരുടെ മനസ്സ് വേദനിച്ചാൽ അതിന്റെ തിക്തഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ്. നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒരു വസ്വാസുള്ള ആളെയും നമ്മൾ നിസ്സാരപ്പെടുത്തരുത്. നമുക്ക് അവർക്ക് എന്തെങ്കിലും ഗുണങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുകയോ മാറ്റിയെടുക്കാൻ വേണ്ടി എന്തെങ്കിലും ശ്രമം നടത്തുകയാണെങ്കിലോ ഒക്കെ ചെയ്യാം. കളിയാക്കുകയോ നിസ്സാരപ്പെടുത്തുകയോ അവഗണിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതിന്റെ അനന്തരഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നതാണ് സ്നേഹത്തോടെ എനിക്ക് പറയാനുള്ളത്.